വ്യൂവേഴ്സ്, ഇന്നത്തെ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു, ഏറ്റവും അധികം വെയിറ്റ് ചെയ്ത് ചോദിച്ചുകൊണ്ടിരുന്നതായിട്ടുള്ള ഒരു കുർത്തിയാണ്. ഫുൾ സ്ലീവിൽ വന്നിട്ടുള്ള ബാട്ടിക് സ്റ്റൈലിൽ വന്നിട്ടുള്ള കുർത്തീസ് ആണ്. ഒന്നല്ല 3 ഷെയ്ഡ്സ് ആണ് നിങ്ങൾക്ക് മുമ്പിൽ തന്നെ പ്രസന്റ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നേരെ നമുക്ക് ആ ഒരു കുർത്തീസിൻ്റെയൊക്കെ ക്ലോസ് ആ വ്യൂവിലേക്ക് പോകാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ക്ലോസ് ഓഫ് വ്യൂ. 3 ഷെയ്ഡ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡ്, അനദർ വൺ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള റെഡ് കളർ, അടുത്തത് ഗ്രീൻ ഷെയ്ഡാണ്. മൂന്നിലും പേസ്ലി പ്രിന്റിൻ്റെ പാച്ച് വെച്ചിട്ടാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ. ഇതിൽ ഓൾറെഡി സെൽഫ് വർക്ക് ഉണ്ട്, ഇതുപോലെ തന്നെ സ്വീക്കൻസും ത്രെഡ്സും ഒക്കെ വെച്ചിട്ട് ഇതുപോലെയാണ് വരുന്നത്. പിന്നെ ഈ ഒരു പാർട്ടിലായിട്ടെന്ന് പറയുന്നത് പേസ്ലി പ്രിൻ്റാണ് വെച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഈ ഒരു നെക്ക് എന്ന് പറയുന്നത് വൈഡ് ആയിട്ടുള്ളൊരു വി ആണ്. വിത്ത് പൈപ്പിങ്ങിലാണ് നമ്മൾ ഈ ഒരു കുർത്തി അവൈലബിൾ ആക്കുന്നത്. അപ്പോൾ ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. 47 ലെങ്ത് ആണ് വരുന്നത്. വിത്ത് ലൈനിങ്ങിലാണ് ഈ ഒരു ടോപ്പ് വരുന്നത്. അതോടൊപ്പം തന്നെ സ്ലീവ് വന്നിട്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. നിങ്ങളുടെ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുണ്ടായിരുന്നതാണ് ഫുൾ സ്ലീവ്. പിന്നെ സ്ലീവിൻ്റെ എൻഡ് പാർട്ട് ഇതുപോലെയാണ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്റ്റൈൽ. ഇത് വേണ്ടെന്നുള്ളവർക്ക് ഇത് മാറ്റാം. നല്ല ഭംഗിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഫുൾ സ്ലീവ് ആണ്, പക്ഷേ സ്ലീവ് ലൈനിങ് വെച്ചിട്ടില്ല. എന്ന് വെച്ചാൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള സ്ലീവ് അല്ല. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുന്നത്. സൈഡ് സ്ലിറ്റ് ആണ്, വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. കുർത്തിൻ്റെ ബാക്ക് വ്യൂ വന്നിട്ട് ഇതുപോലെ വരും. നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. ഇത് പ്യോർ കോട്ടൺ അല്ല, ഒരു സിൽക്കാണ്. നല്ല ഒതുങ്ങി കിടക്കുന്ന. ഇനി വേറെ ഇരിക്കുന്ന സൈസ് മീഡിയം ആണ്. എനിക്ക് കറക്റ്റ് ഫിറ്റുമാണ്. അതുപോലെ തന്നെ നല്ല ഒതുങ്ങി കിടക്കുന്നതും ഇടാൻ ഭയങ്കര സുഖമായിട്ടുള്ള ഫാബ്രിക് ആണ്. ഈ ഒരു ഫസ്റ്റ് ഷെയ്ഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഏത് ഏജ് ഗ്രൂപ്പിലും നമുക്ക് ഇടാൻ പറ്റുന്നതും ഈവൻ പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് സിഗരറ്റ് ബോട്ടോ, പെൻസിൽ ബോട്ടോ, അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ബോട്ടോ, ചുടി ബോട്ടോ, പലാസോ ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ളൊരു കുർത്തിയാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു റെഡ് ഷെയ്ഡാണ്. നമുക്ക് എപ്പോഴും കിട്ടാത്തൊരു ഷെയ്ഡാണ് റെഡ് എന്ന് പറയുന്നത്. റെഡിലും ഇതുപോലെ തന്നെ ഒരു പേസ്ലി ടച്ചാണ് കൊടുത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ഒരു നെക്ക് പാർട്ട് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കറക്റ്റ് വി, നല്ലൊരു വൈഡ് വീലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ചില ആൾക്കാർക്ക് വി നെക്ക് ഇഷ്ടമല്ലായിരിക്കും, പക്ഷേ എന്തായാലും ഒരു തവണ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ട് ഇഷ്ടമാവും. നല്ല ഭംഗിയിലാണ് ഇത് ചെയ്തിട്ടുള്ളത്. നേരത്തെ പറഞ്ഞിരുന്ന പോലെ തന്നെ ഈ ഒരു ബാട്ടിക്കിൽ ഓൾറെഡി സെൽഫ് വർക്കും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ള കുർത്തീസാണ്. ഇതൊക്കെ നമുക്ക് എപ്പോഴും കിട്ടത്തില്ല ഈ ഒരു ഡിസൈൻസിലൊന്നും. 47 ലെങ്ത് വരുന്നുണ്ട്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് കൊണ്ട് ഫുൾ സ്ലീവ് ആണ് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്ലീവിൻ്റെ എൻഡ് പാർട്ടിലായിട്ട് ഈ ഒരു സ്റ്റൈലിലാണ് സ്റ്റിച്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അത് വേണ്ടാന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സെൽഫ് വർക്കാണ് വരുന്നത്. നല്ല ഭംഗിയാണ്. ഫുൾ സ്ലീവിലാണ് വന്നിട്ടുള്ളത്. സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ്, എന്ന് വെച്ചാൽ സീ ത്രൂ അല്ല. ഇതാണ് നമ്മുടെ കുർത്തീൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. ഭയങ്കര ക്യൂട്ടാണ് ഓരോരോ ഷെയ്ഡ്സും. ഇനി നമുക്ക് അടുത്ത ഷെയ്ഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഷെയ്ഡ് എന്ന് പറയുന്നത്. നല്ല ഭംഗിയുള്ളൊരു ബോട്ടിൽ ഗ്രീൻ വിത്ത് പേസ്ലി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്തൊരു കോമ്പിനേഷനാണ്. ഈ ഒരു പേസ്ലി പ്രിൻറ്റിൻ്റെ ഭംഗി എന്ന് വേറെയാണ്. നമുക്ക് എപ്പോഴും കിട്ടത്തില്ല അങ്ങനത്തെ ടൈപ്പ് പ്രിൻറ്റ്സ് ഒന്നും. അതോടൊപ്പം തന്നെ ഈ ഒരു നെക്കിൽ വൈഡ് വി ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൈപ്പിംഗ് വെച്ചിട്ടുണ്ട്. വൈഡ് വി എന്ന് പറയുമ്പോൾ ഒത്തിരി പേർക്ക് ഡൗട്ട് വരാൻ നെക്ക് ഇറങ്ങിയതായിരിക്കും. ഇതാണ് എൻ്റെ നെക്കിൻ്റെ ക്ലോസ് ഓഫ് വ്യൂ. ഇതുപോലെ തന്നെ കറക്റ്റ് ആയിരിക്കും നെക്ക്. നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ഓപ്പൺ വ്യൂ എന്ന് പറയുന്നത്. ടോപ്പ് വന്നിട്ട് 47 ലെങ്ത് വരുന്നുണ്ട്. വിത്ത് ലൈനിങ്ങിലാണ് വരുന്നത്. സ്ലീവ് ഫുൾ സ്ലീവ് ആണ്. നിങ്ങൾ എല്ലാവരുടെയും റിക്വസ്റ്റ് പ്രകാരമാണ് ഇത്തവണ ഫുൾ സ്ലീവ് ആക്കിയത്. അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സ്ലീവിന് എൻഡ് പാർട്ടിലായിട്ട് ഈ ഒരു ഡിസൈനിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ റിമൂവ് ചെയ്യാം. ഓൾറെഡി സെൽഫ് വർക്ക് ആണ് വന്നിട്ടുള്ളത് ഈ ഒരു പ്രിൻ്റ്, ഈ ഒരു ടോപ്പിൽ തന്നെ. ഇതാണ് നമ്മുടെ കുർത്തിൻ്റെ ബാക്ക് വ്യൂ എന്ന് പറയുന്നത്. ഇങ്ങനെയുണ്ട്. നല്ല ഭംഗിയല്ലേ കാണാൻ. ഇതാണ് കുർത്തിൻ്റെ എൻഡ് വ്യൂ. ഇതുപോലെ വരും. ഇത് കാണിക്കാൻ മറന്നു. ഓക്കെ, അപ്പോൾ നല്ല ഭംഗിയുള്ള സിമ്പിൾ ആയിട്ടുള്ള കുർത്തീസാണ് ഇതെല്ലാം. എപ്പോഴും നമുക്ക് കിട്ടാത്ത കോമ്പിനേഷൻസ് ആണ്. പിന്നെ ബാട്ടിക് ഒത്തിരി പേരുടെ ഉണ്ട്. ഇതൊരു ഷൈനി സിൽക്കി ആയിട്ടുള്ളൊരു ഫാബ്രിക് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും പിന്നെ ഒത്തിരി പേര് ഇപ്പോൾ വി നെക്ക് ചോദിച്ചിട്ടാണ് ഷോപ്പിൽ വരുന്നത്. ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നത് വി നെക്കാണ്. വി എന്ന് വെച്ചാൽ ഭയങ്കര ഡീപ്പായിട്ടുള്ള വി അല്ല, വൈഡ് ആണ്. എന്നിരുന്നാൽ ഒരുപാട് ഇറങ്ങിയിട്ടില്ല. കറക്റ്റ് ആയിരിക്കും നിങ്ങൾക്ക്. അതുപോലെ തന്നെ പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയായിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പാറ്റേൺ ആണ്. നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടമാവും. എന്തായാലും ഒരു തവണ വി നെക്കൊക്കെ ട്രൈ ചെയ്യാത്തവരെ ട്രൈ ചെയ്യുക. പിന്നെ ഫുൾ സ്ലീവ് ആണ്. ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നല്ല ഒതുങ്ങി കിടക്കുന്നുണ്ട്.
പിന്നെ ഈ ഒരു ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നില്ല, ഈ ഒരു കട്ട് ഇതും കുറച്ച് ഡിഫറെൻ്റ് ആണ്, നമുക്ക് എപ്പോഴും കിട്ടാത്ത ടൈപ്പ് പാറ്റേൺസ് ആണ്. നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ഈ കാണിച്ച പാറ്റേൺസിൽ ഏതെങ്കിലും ഒന്നും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലി പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കുക, താഴെ കാണിക്കുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്യുക. അതോടൊപ്പം തന്നെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.